എൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. പഠനത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഹാർവസ്റ്റ് ടിവിയിൽ പാസ്റ്റർ എം.എ. വർഗീസുമായി നടത്തിയ അഭിമുഖത്തിലെ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ കേൾക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ ആഭരണം ഇപ്പോൾ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് മലയാളി ബെന്തക്കോസ് സമൂഹത്തിനകത്ത്. ഞാനിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന അമേരിക്കയ്ക്കകത്ത് വെഡ്ഡിംഗ് റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ ആഭരണങ്ങൾ നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ, അതോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് അതൊരു ഡോക്ടറിനായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ ഇതിനൊരു വിശദമായ മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷേ ആഭരണം എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ക്രിസ്ത്യൻ ലീഡേഴ്സ് തന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി മലയാളക്കരയിൽ തർക്കിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് ദൈവത്തിൽ നിന്നുള്ള ചില ഇൻഫർമേഷനുകളും വേദപുസ്തകം പഠിച്ചതിൽ നിന്നുള്ള വിവരങ്ങളും മാത്രമേ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. വേറൊന്നും അറിയത്തില്ല. ഞാൻ ആരെയും തൊടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 40-50 വർഷങ്ങൾക്ക് പുറകിൽ, ഇന്നേക്ക് 40-50 വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു, ഇത് മലയാളികൾക്ക് മാത്രമുള്ള ഏതോ ഒരു ബോധക്കേട, വേറെ ആർക്കും ഇങ്ങനെ ഇല്ല. പക്ഷേ പക്ഷേ ഈ പ്യൂരിറ്റൻ മൂവ്മെൻറ്റിലൊന്നും ഒരൊറ്റ മലയാളി പോലും ഇല്ലായിരുന്നു. പ്യൂരിറ്റൻ മൂവ്മെൻറ്റിലൊക്കെ ആഭരണങ്ങൾ കഠിനമായി നിഷേധിച്ചു. ഹോളിനെസ് മൂവ്മെൻറ്റിൽ ആഭരണങ്ങൾ ഇല്ലായിരുന്നു. അതിനകത്ത് ഒറ്റ മലയാളി പോലും ഇല്ലായിരുന്നു. അമേരിക്കയും ഇംഗ്ലണ്ടും കൊണ്ട് യൂറോപ്പും കൊണ്ട് പൊതുവെ ആ മൂവ്മെൻറ്റ്സ് എല്ലാം അവസാനിച്ചു. അവിടെയെങ്ങും ആഭരണങ്ങൾ അവർ ഉപയോഗിച്ചില്ല. ഇതൊന്നും മലയാളികളുമായിട്ടൊരു ബന്ധമുള്ളതല്ല. പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ മണ്ടം മലയാളികളെ പടുമണ്ടന്മാരാക്കുന്ന കുറേ മഹാവീരന്മാർ പറഞ്ഞുണ്ടാക്കിയ കുറേ അസത്യങ്ങളാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവനുസരിച്ച് ഇന്ത്യക്കാരിൽ അപൂർവം ആളുകൾ മാത്രമേ ഈ ഹോളിനെസ് മൂവ്മെൻറ്റ് ജനറൽ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുള്ളൂ. 1994-ലോ 95-ലോ അവരൊരു ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ഓക്ലഹോമയിൽ എനിക്ക് അരമണിക്കൂർ തന്നു. അവരാഭരണം ഉപയോഗിക്കത്തില്ല പക്ഷേ, അവരാഭരണം ഉപയോഗിക്കത്തില്ല. ഈ ഓക്ലഹോമയിൽ എല്ലാ സമസ്ത ജാതി മതങ്ങളും സ്വർഗ്ഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്കെല്ലാം കർത്താവ് സത്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. വ്യക്തിപരമായി ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എൻ്റെ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുന്നതിൻ്റെ കണ്ടീഷൻസ് അവർ പറഞ്ഞത്, ഞാൻ ഇട്ടിരിക്കുന്ന നിക്കർ ഉടുപ്പ് പോരാ, വേറെ നമ്മൾ കൊണ്ടില്ലാണ് പറഞ്ഞു. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ സ്നാനത്തിന് വരുമ്പോൾ എന്നാ വേണം. സ്നാനപ്പെടുത്തോട്ടെ എന്ന് വെച്ചിട്ടോളം പറഞ്ഞു. ഞാൻ ഒറ്റയാളാണ് സ്നാനപ്പെടുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു എക്സ്ട്രാ ഷർട്ടും ഉടുപ്പും കൂടെ, എക്സ്ട്രാ ഷർട്ടും നിക്കറും കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാനൊരു എക്സ്ട്രാ ഷർട്ടും നിക്കറും കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, അരിഞ്ഞാണം വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അതെന്താ അരിഞ്ഞാണോ ഇല്ലാത്ത, എനിക്കൊരു അരിഞ്ഞാണം ഉണ്ടായിരുന്നു, പൊട്ടിപ്പോയി. പിന്നെ അത് രണ്ടാമതായിരുന്നു, നന്നാക്കിയിട്ടില്ല, ഞാൻ ഇട്ടിരുന്നില്ല. അവർ പറഞ്ഞു, കുഞ്ഞെ, ഞങ്ങൾ സ്നാനപ്പെടുത്തുന്ന കൂട്ടത്തിൽ ആഭരണങ്ങൾ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടൊന്ന് ചോദിച്ചില്ല. ആഭരണം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം, ഞാൻ അരിഞ്ഞാണം കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു ഗുണമുണ്ട്. അരിഞ്ഞാണം കൊണ്ട് നടന്ന ഒരു കാലമുണ്ട്, അന്ന് എനിക്ക് ഒരു ഗുണം ഉണ്ടായിട്ട് അറിയില്ല. അതുകൊണ്ട് പൊട്ടിപ്പോയിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ സ്നാനപ്പെട്ടു. അതിനുശേഷം ആഭരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കാര്യം എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആഭരണം ഇല്ലാതെ വന്നു. പക്ഷേ ഇതൊരു സംസാര വിഷയമായപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ വളരെ ഗൗരവമായി ഞാൻ ആഭരണത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ 2-3 ഡിഫറൻറ്റ് ആസ്പെക്ട്സ് എടുത്ത് പോകാം. ഒന്നാമത്തെ ആസ്പെക്ട്, ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആഭരണം ഇല്ലാതെ സൃഷ്ടിച്ചു. വസ്ത്രവും ഇല്ലായിരുന്നു. പക്ഷേ വസ്ത്രം ദൈവമായി ഉണ്ടാക്കി കൊടുത്തു. വസ്ത്രം ഇടാൻ പറഞ്ഞു. യോഗ്യമായ വസ്ത്രം ധരിക്കണം എന്നാവശ്യപ്പെട്ടു. ആഭരണം ധരിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. ദൈവം ആഭരണം ഇല്ലാത്ത ശരീരത്തെയാണ് ഉണ്ടാക്കിയത്. എന്നോട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ആഭരണം ഊരാൻ എവിടെ വാക്യം വന്നു? എൻ്റെ പൊന്നെ, ആഭരണം ഇല്ലാതെ ഉണ്ടാക്കിയ ശരീരത്തിൽ ഇടാനല്ല വാക്യം വേണ്ടേ? ആഭരണം ഇടാൻ എവിടെ വാക്യം? അങ്ങനെ ഒരു വാക്യം ഞാൻ കണ്ടിട്ടില്ല. അതിനൊരു പ്രയോജനം എനിക്കില്ല. ഇതുകൊണ്ട് വിശപ്പ് പോകത്തില്ല, ഇതുകൊണ്ട് ദാഹം പോകത്തില്ല, ഇതുകൊണ്ട് അറിവ് വർദ്ധിക്കത്തില്ല, ഇതുകൊണ്ട് ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഇല്ല, ഇതുകൊണ്ട് എനിക്കറിയാവുന്ന യാതൊരു ഫിസിക്കൽ ഗുണങ്ങളും ഭൂമിയിലില്ല. യാതൊരു ഗുണവും ഇല്ലാത്ത സാധനം കെട്ടി തൂക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഫൂളിഷ്നെസ് എന്തുവാ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി എന്തുവാ? ഈ ചിന്ത ഈ ദിവസങ്ങളിൽ എന്നെ വ്യാപരിക്കുന്നുണ്ട്. ഞാനൊരു മൈക്ക് വെച്ചിട്ടുണ്ട്, ഇതിനൊരു ഉപയോഗമുണ്ട്. ഞാനൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഇതിനൊരു ഉപയോഗമുണ്ട്, എൻ്റെ ശരീരം കവർ ചെയ്യാൻ. പക്ഷേ ആഭരണം കൊടുക്കാൻ എനിക്കതിനൊരു ഉപയോഗം മനസ്സിലാകുന്നില്ല. ഒരു ഉപയോഗമില്ലാത്ത വസ്തു എന്ന് പറഞ്ഞാൽ, ശരീരത്തിന് ഒരു ഉപയോഗമില്ലാത്ത വസ്തു ഇടണം എന്ന് എനിക്ക് തോന്നിയാൽ അതിൻ്റെ മുമ്പിൽ ഏതോ ഒരു ശക്തിയുണ്ട്. ആഭരണം ഇട്ടിരിക്കുന്ന ഒരാളിനോട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കടിക്കാൻ വരും. അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ഏതാണ്ട് ഒരു വ്യാപാര ശക്തിയുണ്ട്. അത് എന്തോ ആത്മീയമാണ്, ജഡികമല്ല, ഭൗതികമല്ല. ഇതെന്തോ ഒരു ആത്മീയ ശക്തിയാണ്. അത് ഏത് ആത്മാവ്? ക്രിസ്തുവിലില്ലാത്ത ഒരു ആത്മാവ്. അത് കാര്യം ക്രിസ്തുവിന് ഇതില്ലായിരുന്നെന്നാണ് എൻ്റെ അറിവ്. യേശുവിന് ഇതില്ലായിരുന്നെന്നാണ് എൻ്റെ അറിവ്. ക്രിസ്തുവിലില്ലാത്ത ഏതോ ഒരു ആത്മാവ്. അതതിൻ്റെ ഒരു വശം. 33-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, സീനായി മല മുതൽ അവർ ആഭരണം ഉപയോഗിച്ചില്ല, വലിയവർ ഉപയോഗിച്ചില്ല. പ്രമാണം കിട്ടിയത് അവിടെയാണ്. പ്രമാണം കിട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഉപയോഗിക്കരുത്. ഇനി പുതിയ നിയമത്തിൽ ആഭരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു? എൻ്റെ രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു. പുതിയ നിയമത്തിൽ ആഭരണത്തെക്കുറിച്ച് എന്ത് പറയുന്നു? പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ പൗലോസാണ്. രണ്ടാമത്തേത് പത്രോസാണ്. ഈ രണ്ടുപേരും ആഭരണത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. തീമോഥെയോസിന്റെ ലേഖനത്തിലും പത്രോസിന്റെ ലേഖനത്തിലും രണ്ടിടത്തും പൊന്ന് വെള്ളി മുതലായതുകൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തത്, നിങ്ങളെ അലങ്കരിക്കേണ്ടതും അതുകൊണ്ടല്ല, നിങ്ങളെ അലങ്കരിക്കേണ്ടതും സൽ സ്വഭാവത്തല്ല. അപ്പോൾ അലങ്കാരത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എവിടുന്ന് വന്നു? ഞാൻ ചരിത്രം ഒന്ന് തൊട്ട് തുടങ്ങിക്കോട്ടെ. ഇത് ഭയങ്കരം. അത് മനസ്സിലാകണമെങ്കിൽ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ആഭരണം ഇല്ലാതെ സൃഷ്ടിച്ച് ഈ മനുഷ്യന്റെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ വീണുപോയ ദൂതന്മാർക്ക്, ഇന്നത്തെ ശാസ്ത്രീയ ഭാഷയിൽ ഏലിയൻസ്, വേദപുസ്തക ഭാഷയിൽ വീണുപോയ ദൂതന്മാർ, സാത്താനെന്ന് അവരെ വിളിക്കും. ആ വീണുപോയ ദൂതന്മാർക്ക് മനുഷ്യ പെൺകുട്ടികളെ വിവാഹം കഴിക്കണമെന്ന് തോന്നി. 2 കാരണങ്ങൾ. ഒന്ന്, അകത്തോട്ട് കയറുക. ഒന്ന്, മനുഷ്യന്റെ സൗന്ദര്യം. അവർക്ക് ജനിച്ച മക്കൾ രാക്ഷസന്മാരായിരുന്നു. നെഫിലിൻസ് എന്ന പദമോ ജൈൻസ് എന്ന പദമാണ് ഉപയോഗിക്കുന്ന. രാക്ഷസന്മാരായിരുന്നു. ഈ വിശുദ്ധിയുള്ള മനുഷ്യൻ ഷേത്തിന്റെ കൊച്ചുമക്കൾ, അവർ വിശുദ്ധിയുള്ളവരാണ്, ആത്മീയരാണ്. അവരെ കായന്റെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചതാണ് ഈ സംഭവം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും രാക്ഷസൻ ജനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.
ഹ്യൂമൻ ബീങ് രക്ഷിക്കപ്പെട്ടത് പോലും രക്ഷിക്കപ്പെടാത്തത് പോലും മനുഷ്യർ തമ്മിലാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യ പിള്ളേരായിരിക്കും. ഇതുണ്ടായത് മനുഷ്യ പിള്ളേരല്ല, രാക്ഷസന്മാരാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ തന്നെയാണ് ഉറപ്പാക്കുക. എൻ്റെ കയ്യിൽ കുറേ വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റിൽ കയറാമെങ്കിൽ കിട്ടുന്ന ചില പടങ്ങൾ തെണ്ടി ഇതൊന്ന് കണ്ടു. ഒരു കാതിപ്പൂവിൽ എത്ര ദേവിമാരുടെ ചൈതന്യങ്ങളുണ്ടെന്നാണ് തെണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എം എ വർഗീസ് ഉണ്ടാക്കിയതല്ല, പെന്തക്കോസുകാരൻ ഉണ്ടാക്കിയതല്ല, പെന്തക്കോസുകാരുടെ അപ്പൂപ്പൻ ഉണ്ടാക്കിയതല്ല, ഇത് അക്രൈസ്തവരുണ്ടാക്കിയതാ, കാതിപ്പൂ ഉണ്ടാക്കിയവൻ ഉണ്ടാക്കിയതാ. ഇത്രയും സ്പഷ്ടമായി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഇന്ന് എനിക്ക് ദൈവം കൃപ തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പക്ഷെ നമ്മുടെ നേതാക്കന്മാർ ആരും പറഞ്ഞ കൂട്ടത്തിൽ ഇത് എന്താന്ന് പറഞ്ഞിട്ടില്ല. എനിക്കും പറ്റിയത് അത് തന്നെ. ഞാൻ പെന്തിക്കോസ് വന്നു കുഞ്ഞാ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് എനിക്കിതിനെക്കുറിച്ച് അറിവില്ല, ഇത് പഠിപ്പിച്ചു തരാൻ ആരുമില്ല. പക്ഷെ എനിക്ക് ലഭിച്ച ആത്മാർത്ഥത്തിൽ ശിഷ്യത്വം അംഗീകരിക്കാൻ ഞാൻ തയ്യാറായതോടെ എന്നെ ഇത് പഠിപ്പിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവം അത് പഠിപ്പിച്ചതാ. ദൈവം എന്നെ ഇതിനകത്ത് കയറ്റി. ഇതിനകത്ത് വായിക്കാൻ പ്രയാസമാണ്, പക്ഷെങ്കിൽ വായിച്ചു. എത്ര ദേവ ചൈതന്യങ്ങളാണ് ഒരു കാതിപ്പൂവിലുള്ളതെന്ന്. ഒരൊറ്റ കാതിപ്പൂ മെയിനായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ഫ്ലോ ഓഫ് ഡിവൈൻ പ്രിൻസിപ്പിൾ. അതെ, അവന്റെ പ്രിൻസിപ്പിളായത്. ഡിവിനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ല, മറ്റവന്റെയാ. അത് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇത് കണ്ടു, ഒരു മോതിരത്തിൽ എത്ര ദേവചൈതന്യം ഉണ്ടെന്ന്. ചുമ്മാ ആണോ മിന്നും മോതിരവും ഇല്ലാതെ കല്യാണം ഉറയ്ക്കാത്തത്? നമ്മൾ എവിടെ നിന്ന് ആരംഭിച്ചു, എവിടെ ചെന്ന് നിന്നു, ഇതൊന്ന് മനസ്സിലാക്കണം. സകല ശക്തികളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിക്കേണ്ടതിനാണ് യേശു കാൽവരിയിൽ വില മുടക്കിയത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും 100 മാർക്ക് വാങ്ങിക്കില്ല. അതിൻ്റെ അർത്ഥം 100 മാർക്ക് വാങ്ങിക്കുന്നവരെ ഞാൻ നിരുത്സാഹപ്പെടുത്തുമെന്നല്ല, അബദ്ധമായി പോകുമെന്ന് പറയുമെന്നല്ല. എന്തോ ഇതിൻ്റെ പുറകിലത്തെ സത്യം. പെന്തക്കോസ്തുകാർ ഇത് ചെയ്തെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒന്നുണ്ട്. വ്യത്യസ്ത സൈറ്റുകളിൽ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട ശേഷം മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടട്ടെ. പഠനങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം കേൾക്കാതെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി കാണുക. ആഭരണ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് 1 മുതലുള്ള എല്ലാ എപ്പിസോഡുകളും പരിശോധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അധ്യായം 23. വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ആത്മശോധന. ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. അതുപോലെ ക്രിസ്തുവിന്റെ തേജസ്സിനാൽ ലോകത്തിന്റെ മാതൃകാവെളിച്ചമായി തീരേണ്ട നാം ഇന്ന് ലൗകിക മോഹങ്ങളുടെയും സാത്താന്യതന്ത്രങ്ങളുടെയും പിടിയിലകപ്പെട്ട് ആന്തരിക മനുഷ്യന്റെ തേജസ്സും ആത്മാവിന്റെ ഫലങ്ങളും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നാം ഓരോരുത്തരും നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ദൈവത്തിന്റെ മണവാട്ടികളാണോ, അതോ ലോകത്തിന്റെ മിന്നുന്ന സൗന്ദര്യങ്ങളിൽ മയങ്ങി സാത്താന്റെ വഞ്ചനയിൽ വീണുപോയവരോ? വിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ആഭരണവർജനത്തിന്റെയും വേർപാടിന്റെയും ആത്മീയ മർമ്മങ്ങൾ പരിശോധിക്കുന്ന ഈ പഠനം ദൈവമക്കൾക്ക് തങ്ങളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വലിയ തിരിച്ചറിവ് നൽകുന്നു. ലോകത്തിന്റെ എല്ലാ താൽക്കാലിക മോഹങ്ങളെയും ത്യജിച്ച് മണവാളനായ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങുന്ന വിശുദ്ധകന്യകയായി മാറാൻ ഈ വചനസത്യങ്ങൾ നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് പഠനങ്ങളിലേക്ക് പ്രവേശിക്കാം. വിഷയം 1. സാത്താന്റെ സ്വരൂപവും അവന്റെ വഞ്ചനയും. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ബൈബിൾ പറയുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ സ്വരൂപം എന്നത് തേജസ്സാണ്. എന്നാൽ സാത്താന്റെ സ്വരൂപം എന്നത് സകലവിധ രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ച ശരീരമാണ്. യെഹെസ്കേൽ 28 അധ്യായം 13 വാക്യം. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്തനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഈ വിഷയങ്ങൾ ആരംഭ എപ്പിസോഡുകളിൽ പൂർണ്ണമായി നമ്മൾ പഠിച്ചതാണ്. താൽപ്പര്യമുള്ളവർ ഈ എപ്പിസോഡുകൾ സന്ദർശിക്കുക. ദൈവം തന്റെ സ്വരൂപപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത്യാവശ്യമുള്ള വസ്ത്രമല്ലാതെ മുത്തും പൊന്നും വെള്ളിയും രത്നങ്ങളും എന്നിവ കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളാൽ അല്ല, മണ്ണുകൊണ്ട് ശരീരത്തെ നിർമ്മിച്ച് തന്റെ ശ്വാസത്താൽ ദൈവസ്വരൂപമായ അകത്തെ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ശരീരത്തെ ദൈവതേജസ്സുകൊണ്ട് മറയ്ക്കുകയും ചെയ്തിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ദൈവസ്വരൂപപ്രകാരം ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സാത്താൻ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിപ്പാൻ അഥവാ റീസെറ്റ് ചെയ്യുവാൻ ആദം ഹവ്വമാർ മുതലുള്ള എല്ലാവരെയും വശീകരിച്ചുകൊണ്ടിരുന്നു. ഹവ്വയെയും തങ്ങളുടെ തലമുറയെയും ലൂസിഫർ എന്ന സാത്താൻ തന്റെ പക്ഷത്തേക്ക് എങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നു എന്ന് ശ്രദ്ധിക്കുക. 1. സാത്താൻ അവരിൽ ആദ്യം സംശയങ്ങൾ ജനിപ്പിച്ചു. 2. ദൈവത്തെപ്പോലെയാകും എന്ന് പറഞ്ഞു. 3. ദൈവം വിലക്കിയത് ലംഘിപ്പിച്ചു. 4. ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. 5. ഏദൻ പറുദീശയിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കുവാൻ സാത്താൻ വഴിയൊരുക്കി. 6. സാത്താന്റെ നിയന്ത്രണത്തിൽ അവരെ ലോകത്തിലേക്ക് എത്തിച്ചു. 7. ദൈവതേജസ് നഷ്ടപ്പെട്ട് പാപത്തിന്റെ നഗ്നതയിൽ അകപ്പെട്ട സ്ത്രീകളെ ലോകത്തിന്റെ മോഹങ്ങളും കാമനകളും നിറച്ച പൊന്നുകൊണ്ടും മുത്തുകൊണ്ടും വർണ്ണാഭമായ ചായങ്ങളുകൊണ്ടും അലങ്കരിച്ച് അവരെ പാപത്തിന്റെ സൗന്ദര്യത്തിൽ കുളിപ്പിച്ചു.
താൻ പണ്ട് ഏദനിൽ ധരിച്ചിരുന്ന രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും മിന്നുന്ന പ്രഭയിലേക്ക് ആ സ്ത്രീകളെ ആകർഷിച്ചുകൊണ്ട് പിശാച് അവരെ സ്വന്തം ബിംബങ്ങളായ ലോകസുന്ദരികളാക്കി മാറ്റി. 8 ആ സുന്ദരികളെ രാക്ഷസരായ ദൂതന്മാർ ഭാര്യമാരായി എടുത്തു. 9 ആ സുന്ദരികൾക്ക് രാക്ഷസന്മാരായ മക്കളുണ്ടായി. 10 ലോകത്തിൽ അന്നുവരെ ഉണ്ടാകാത്ത മഹാദുഷ്ടതയും വഷളത്വവും പാപപ്രവൃത്തികളും കൊണ്ട് ലോകം നിറഞ്ഞു. ഉൽപ്പത്തി 6-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്തു ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്നിട്ടു അവർ മക്കളെ പ്രസവിച്ചു. ഇവരാകുന്നു പുരാതനകാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകകൊണ്ടു യഹോവ അനുതപിച്ചു, അതു അവന്റെ ഹൃദയത്തിനു ദുഃഖമായി. ഉൽപ്പത്തി 6-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്നു കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. ഈ കാരണത്താൽ ജലപ്രളയം കൊണ്ട് പഴയ ഭൂമിയിലെ മനുഷ്യരെ ദൈവം നശിപ്പിച്ചു. സാത്താൻ വീണ്ടും പൊന്നും വെള്ളിയും കൊണ്ട് തന്റെ രൂപങ്ങളുള്ള ആഭരണങ്ങൾ ധരിപ്പാൻ മനുഷ്യന് പ്രേരണ കൊടുത്തു. മനുഷ്യൻ അതെല്ലാം ധരിച്ചു നടക്കുമ്പോഴാണ് യാക്കോബിന് ദൈവത്തിന്റെ കൽപ്പനയുണ്ടാകുന്നതും അവർ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെല്ലാം കുഴിച്ചിട്ടതും. ഉൽപ്പത്തി 35-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞു, നിങ്ങളെ ശുദ്ധീകരിച്ചു വസ്ത്രം മാറുവേൻ. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. പിന്നെയും സാറ, റിബേക്ക മുതലായ വിശുദ്ധ സ്ത്രീകളൊക്കെ വീണ്ടും ധരിച്ചു പോന്നിരുന്നു. അവർ ധരിച്ച ആഭരണങ്ങളിൽ വിഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കരുതാം. മാത്രമല്ല, ആ കാലങ്ങളിൽ ദൈവം ആഭരണധാരണം വിലക്കിയിരുന്നില്ലല്ലോ. എന്നാൽ ദൈവം ആഭരണ നിരോധന നിയമം കൊടുക്കുന്നതിനു മുൻപ് ആവശ്യം പോലെ മിസ്രയീമ്യരിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങി പുത്രീപുത്രന്മാരെ ധരിപ്പിച്ചുകൊള്ളുക എന്ന് ദൈവം പറഞ്ഞു. ആർത്തിയോടെ അവർ അതെല്ലാം വാങ്ങി പുത്രീപുത്രന്മാരെ ആവശ്യം പോലെ ധരിപ്പിച്ചു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന മൃഗത്തിന് പുല്ലും വെള്ളവും ധാരാളം കൊടുക്കുന്നതുപോലെയാണ് ദൈവം ഇവരോട് പറഞ്ഞത്. ദീർഘായുസ്സുണ്ടായിരുന്ന ജനങ്ങളുടെ വർധനവും മത്സരവും കണ്ട ദൈവം അവരുടെ ആയുസ് കുറയ്ക്കുവാൻ ചെയ്തത് എന്താണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോഹയുടെ കാലത്ത് മനുഷ്യരുടെ മിനിമം ആയുസ് 1000-ന് മുകളിലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ പുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ട് രാക്ഷസന്മാരായ ദൂതന്മാർ അവരെ വിവാഹം ചെയ്യുന്നതും അവരിലുണ്ടായ മക്കളാൽ ഭൂമി ദുഷ്ടതകൾ കൊണ്ട് നിറയുകയും ചെയ്തത്. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്നു അരുളി ചെയ്തു. ഉൽപ്പത്തി 6-ാം അധ്യായം 3-ാം വാക്യം. നീതിപ്രസംഗിയായ നോഹയുടെ ഉപദേശം കേട്ട് രക്ഷിക്കപ്പെടാതിരുന്ന സകല തലമുറയെയും ജലപ്രളയത്താൽ ദൈവം നശിപ്പിക്കുകയും രക്ഷപ്പെട്ട ജനം മറ്റൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയും അവർ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനുഷ്യന്റെ ആയുസ് 120 സംവത്സരമാകും എന്ന ദൈവത്തിന്റെ അരുളപ്പാട് നിവർത്തിക്കപ്പെടുന്നത്. ഉൽപ്പത്തി 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഭൂചരജന്തുക്കളൊക്കെയും നിങ്ങൾക്കു ആഹാരമായിരിക്കട്ടെ, പച്ചസസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പച്ചയായ സസ്യാദികളെ മാത്രം ഭക്ഷിച്ചിരുന്ന മനുഷ്യൻ മൃഗങ്ങളെയും കടൽ മത്സ്യങ്ങളെയും ആവശ്യം പോലെ കൊന്നു തിന്നുവാൻ തുടങ്ങിയതിനു ശേഷം മനുഷ്യന്റെ ആയുസ്സും ദൈവം കുറച്ചു. അന്നുമുതൽ നോഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ ആയുസ് മനുഷ്യന് നഷ്ടമായി. ഇതുപോലെ ആവശ്യം പോലെ ആഭരണങ്ങൾ വാങ്ങി മിസ്രയീമിൽ നിന്ന് മടങ്ങിയവർ ദൈവത്തിന് പകരമായി സാത്താന്റെ വകയായ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിച്ചു. അങ്ങനെ ആഭരണം എന്നേക്കും നിരോധിപ്പാൻ ദൈവത്തിന് അതൊരു കാരണമായി തീർന്നു. 1 കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന് ശിക്ഷയായി അവയെ പൊടിപ്പിച്ച് വെള്ളത്തിൽ കലക്കി കാളയെപ്പോലെ കുടിപ്പിച്ചു. 2 ദൈവപക്ഷത്ത് വരാതിരുന്ന ആഭരണപ്രേമികളെ മുഖപക്ഷം നോക്കാതെ കൊന്നുകളഞ്ഞു. 3 ശേഷിച്ച ജനത്തോട് ആഭരണം ധരിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചു. 4 അന്നു മുതൽ ജനം ആഭരണം ധരിച്ചില്ല. ദൈവം ഇസ്രായേൽ മക്കളോട് ധരിക്കരുത് എന്ന് പറഞ്ഞ കൽപ്പന വീണ്ടും വീണ്ടും ഇസ്രായേൽ ജനം ലംഘിച്ച് നടന്നതായി ബൈബിളിൽ കാണുന്നുണ്ട്. ധരിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചത് വീണ്ടും ധരിപ്പാൻ അവർക്ക് പ്രേരകമായ ഈ ശക്തി ഏതാണ്? ഫലം ഭക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചതിനെതിരായി ഭക്ഷിപ്പാൻ വശീകരിച്ച അതേ ശക്തി തന്നെ. വീണ്ടും ആഭരണങ്ങൾ ധരിപ്പാൻ ദൈവജനത്തെ വശീകരിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന സാത്താന്റെ മാരകമായ തന്ത്രങ്ങളെയാണ് നാം ഇവിടെ കാണേണ്ടത്. അന്ത്യകാലത്തിനടുത്തെത്തിയ എല്ലാ ദൈവമക്കളെയും അവൻ ഇന്നും വശീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതെ, ഇന്ന് വളരെ ശക്തമായി തന്നെ ദൈവജനത്തെ സാത്താൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ചില ഉദാഹരണങ്ങളാണ് പൊന്നും രത്നങ്ങളോടുമുള്ള മനുഷ്യന്റെ അമിതമായ ആർത്തി. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കുന്നതും വാങ്ങിക്കൂട്ടുന്നതും സ്വർണമല്ലേ? കുട്ടികൾ ജനിക്കുമ്പോൾ ആദ്യം സ്വർണമരച്ചു കൊടുക്കുന്നു, പൊന്നണിയിക്കുന്നു, നേർച്ച അർപ്പിക്കുന്നു, വിവാഹങ്ങൾക്ക് കൊടുക്കുന്നു, ഇങ്ങനെ എന്തെല്ലാം.
ലൂസിഫറിന്റെ വലയിൽപ്പെട്ടവരോട് ആഭരണ വിഷയം പറഞ്ഞാൽ സാത്താന്റെ തനിനിറം അല്ലേ പുറത്തുവരുന്നത്? അങ്ങനെയുള്ളവർ ദേഷ്യപ്പെടും, പിടിവാശി കൂട്ടും, തർക്കിക്കും. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഹോളി സ്പിരിറ്റ് അല്ല, ഡെവിൽ സ്പിരിറ്റാണെന്ന് രണ്ട് പക്ഷമില്ല. വിഷയം 2. ഭൂമിയിൽ 2 സഭകൾ കാന്തകളായി ഒരുങ്ങുന്നു. ഇന്ന് ഭൂമിയിൽ പരിശുദ്ധാത്മാവായ കാര്യസ്ഥൻ കർത്താവിന്റെ കാന്തയായ സഭയെ ഒരുക്കുന്നതുപോലെ സാത്താൻ തന്റെ മണവാട്ടി സഭയെ തന്റെ ഹിതമനുസരിച്ച് ഇന്ന് ലോകത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ 2 സഭകളെയും പേരുകൊണ്ട് തിരിച്ചറിയുവാൻ പ്രയാസമാണ്. കാരണം 2 സ്ഥലത്തും ഉപയോഗിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ആയിരിക്കും. ഇവ തിരിച്ചറിയുവാനുള്ള ചില എളുപ്പവഴികളുണ്ട്. അവയിൽ ചില കാര്യങ്ങൾ പറയാം. 1. ജീവിതം കൊണ്ട് തിരിച്ചറിയാം. ലോകമനുഷ്യരും ഈ സമൂഹവും തമ്മിൽ കാഴ്ചയിൽ ഒരു വ്യത്യാസവും കാണില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സഭയെ കാഴ്ചയിൽ എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയും. അവർ ലോകക്കാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. 2. വേഷവിധാനങ്ങളിൽ തിരിച്ചറിയാം. ലോകമനുഷ്യരും ഈ സമൂഹവും തമ്മിൽ വേഷവിധാന സംവിധാനങ്ങൾക്ക് ഒരു മാറ്റവും കാണില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സഭയുടെ മാതൃകപരമായ വേഷവിധാനങ്ങളും ജീവിതവും കണ്ട് ലോകത്തിന് അവരെ എളുപ്പത്തിൽ തിരിച്ചറിയാം. 3. ആരാധന ക്രമീകരണങ്ങളിൽ തിരിച്ചറിയാം. അച്ചടക്കബോധമില്ലാത്ത അലങ്കോലമായ അഭിനയത്തിന്റെ ആരാധനകൾ, വർഷിപ്പ് ലീഡർ എന്ന വേഷം കെട്ടിയ ദൂതന്മാരുടെ ആരാധന നിയന്ത്രണങ്ങൾ, സംഗീത ഉപകരണങ്ങളുടെ താളമേളങ്ങളെ അനുസരിച്ചുള്ള ആരാധനയുടെ ഒഴുക്കും നിയന്ത്രണങ്ങളും. എന്നാൽ ക്രിസ്തുവിന്റെ സഭയിൽ അച്ചടക്കബോധവും സുബോധവും നിർമ്മലവും ഭക്തിയുമുള്ള ആരാധനകളായിരിക്കും നാം കാണുന്നത്. 4. വചന ശുശ്രൂഷകളിൽ തിരിച്ചറിയാം. അടിസ്ഥാന ഉപദേശങ്ങളിൽ വെള്ളം ചേർക്കുന്നു. വിശുദ്ധിയും വേർപാടിന്റെയും ഉപദേശങ്ങൾ എല്ലാം തന്നെ മറച്ചുവെക്കും. ആളുകളെ ആകർഷിപ്പിച്ചു വരുത്തുവാനുള്ള എല്ലാ മറിമായങ്ങളും ഇവർ പയറ്റും. എന്നാൽ ക്രിസ്തുവിന്റെ സഭയിൽ ഇതെല്ലാം നേരെ തിരിച്ചായിരിക്കും. 5. ആത്മീക ശുശ്രൂഷകളിലൂടെ തിരിച്ചറിയാം. ബൈബിൾ പറയുന്ന പല അത്ഭുതങ്ങളും ഇവർ ചെയ്യും. എന്നാൽ ആഴമായ വചനസത്യങ്ങൾ പഠിപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറയിൽ ജനത്തെ ഉറപ്പിക്കില്ല. എന്നാൽ ക്രിസ്തുവിന്റെ സഭയുടെ മാതൃക മർക്കോസ് 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നതുപോലെ അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവു അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു എന്ന വചനപ്രകാരം വചനത്തെ ഉറപ്പിക്കുന്ന ആത്മീക ശുശ്രൂഷകളായിരിക്കും. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദാനം ചെയ്ത ദൈവം തന്നതിന്റെ അപ്പുറത്ത് കിഴിച്ചും കുഴിച്ചും ഇടുവാൻ നീ പോകരുത്. അത് ദൈവത്തെ സൃഷ്ടാവിനെ അപമാനിക്കുകയാണ്. ഈ സഭകളെ തിരിച്ചറിയുവാനുള്ള മുഖ്യമായ മറ്റൊരു മാർഗം യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച വചനങ്ങളാണ്. മത്തായി 7-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. കപടവേലക്കാരായവരെ തിരിച്ചറിയുവാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. വാക്യം 15. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ടു നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചുകീറുന്ന ചെന്നായ്ക്കളാകുന്നു. ജീവിത സ്വഭാവങ്ങൾ കൊണ്ട് അവരെ തിരിച്ചറിയണം. വാക്യം 16. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കു അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്നു മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്നു അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? വചനവിരുദ്ധമായ ആത്മീക ഫലങ്ങളെ പരിശോധിച്ചറിയണം. വാക്യം 17 മുതൽ 20 വരെ. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിനു ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിനു നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. സ്വർഗരാജ്യത്തിൽ കടക്കുന്ന സഭ ഏത് എന്ന് തിരിച്ചറിയണം. വാക്യം 21. എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതു. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട സഭ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. വാക്യം 22 മുതൽ 23 വരെ. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്നു പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മത്തിന് അഥവാ നീതിയുടെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച സഭയെ കർത്താവ് തള്ളിപ്പറയുന്നു. അന്നു ഞാൻ അവരോടു, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. ഇവിടെ ഈ സഭയെ പുറത്താക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സത്യസഭയെ ദൈവം വേർതിരിക്കുന്നു. മത്തായി 25-ാം അധ്യായം 34-ാം വാക്യം. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ചുരുക്കി പറഞ്ഞാൽ സത്യസഭയെയും സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടുപോയ എതിർക്രിസ്തുവിന്റെ സഭയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ന്യായവിധി ദിവസമുണ്ട്. വചനപ്രകാരം ക്രിസ്തുവാകുന്ന പാറയിൽ വീട് പണിത സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത് മത്തായി 7-ാം അധ്യായം 24 മുതൽ 25 വരെ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടുചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റുഅടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അതു പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല.
വചനത്തിന് വിപരീതമായി ക്രിസ്തുവാകുന്ന പാറയിൽ വീട് പണിയാത്ത സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. വാക്യം 26 മുതൽ 27 വരെ. എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റുഅടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഇവിടെ പറയുന്ന പ്രധാന വിഷയമിതാണ്. യേശുവിന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും വചനമായ യേശു എന്ന പാറമേൽ വീട് പണിതുയർത്തുന്ന അഥവാ ജീവിതം പണിതുയർത്തുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇതാണ് യഥാർത്ഥ സഭ എന്ന് നാം തിരിച്ചറിയണം. യേശുവിന്റെ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവൻ അഥവാ ജീവിതം പണിതുയർത്താത്തവനൊക്കെയും മണലിന്മേൽ, അതായത് അടിസ്ഥാനമില്ലാതെ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. ഇതാണ് വിശ്വാസികളെ സാത്താൻ വഞ്ചിച്ച് പണിതുയർത്തുന്ന സഭ. സാത്താൻ തനിക്കായി ഒരുക്കുന്ന സഭയുടെ ശക്തമായ മറ്റൊരു ഉദാഹരണമാണ് പെരുവെള്ളത്തിനു മീതെ ഇരിക്കുന്ന മഹാവേശ്യ എന്ന സ്ത്രീ. വെളിപ്പാട് 17-ാം അധ്യായം 4-ാം വാക്യം. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുഞ്ചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ചു, പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. പിശാചായ ലൂസിഫർ തന്റെ സഭയായ മണവാട്ടിയെ ഒരുക്കുന്നത് ഇതേ മാതൃകയിലാണ്. ധൂമ്രവർണ്ണവും കടുഞ്ചുവപ്പ് നിറവുമുള്ള വസ്ത്രങ്ങൾ, പൊന്നും രത്നവും മുത്തും കൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പിശാചിന്റെ പ്രതിബിംബമാണ് ഈ സ്ത്രീ. ഇവൾ കന്യകയല്ല. വെളിപ്പാട് 17-ാം അധ്യായം 5-ാം വാക്യം. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടു. ലോകത്തെ മലിനപ്പെടുത്തുന്ന സ്ത്രീയാണിവൾ. അവൾ ഇരിക്കുന്നത് പെരുവെള്ളത്തിന്റെ മീതെയാണ്. ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിനു മീതെ ഇരിക്കുന്ന മഹാവേശ്യ എന്ന് വചനം പറയുന്നു. വെളിപ്പാട് 17-ാം അധ്യായം 2-ാം വാക്യം. ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിനു മീതെ ഇരിക്കുന്ന മഹാവേശ്യ. വെളിപ്പാട് 17-ാം അധ്യായം 15-ാം വാക്യം. വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമത്രേ. രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ലൂസിഫർ എന്ന ദൂതൻ സ്വയം ദൈവമാകുവാൻ ഹൃദയത്തിൽ അഹങ്കരിച്ചതുപോലെ ഒടുവിൽ ഇവളുടെ ഹൃദയം അഹങ്കരിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്യുന്ന രംഗം 18-ാം അധ്യായത്തിൽ കാണുന്നു. 7-ാം വാക്യം. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചയിടത്തോളം അവൾക്കു പീഡയും ദുഃഖവും കൊടുപ്പിൻ. രാജ്ഞിയായിട്ടു ഞാനിരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്നു അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. വെളിപ്പാട് 18-ാം അധ്യായം 16-ാം വാക്യം. അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടുഞ്ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്തു 1 മണിക്കൂറുകൊണ്ട് നശിച്ചുപോയല്ലോ എന്നു പറഞ്ഞു കരഞ്ഞു ദുഃഖിക്കും. വെളിപ്പാട് 17-ാം അധ്യായം 5-ാം വാക്യം. മർമ്മം മഹതിയാം ബാബിലോൻ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടു. വേശ്യമാരുടെ എന്നത് ലോകവുമായി ഇടകലർന്നിരിക്കുന്നവരുടെയും മ്ലേച്ഛതകളുടെയും മാതാവാണ് ഈ സ്ത്രീ. ആ വലിയ സമൂഹത്തിന്റെ പേരാണ് അവളുടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നത്. ഈ വെളിപ്പാട് പത്രോസിനും പൗലോസിനും ലഭിച്ചതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ ധൂമ്രവർണ്ണവും കടുഞ്ചുവപ്പ് നിറവും ഉള്ള വസ്ത്രം ധരിച്ചു പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി നിൽക്കുന്ന മഹാവേശ്യാസ്ത്രീയെപ്പോലെ പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല എന്ന് 1 തിമോത്തിയോസ് 2-ാം അധ്യായം 10-ാം വാക്യത്തിലും, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല എന്ന് 1 പത്രോസ് 3-ാം അധ്യായം 3-ാം വാക്യത്തിലും കൽപ്പിച്ചിരിക്കുന്നത്. ലൂസിഫറിന്റെ മണവാട്ടി സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത് അലങ്കാരങ്ങൾ പുറമെ ശരീരത്തിലാണ്. എന്നാൽ കർത്താവിന്റെ മണവാട്ടിക്ക് ആത്മാവായ ആചാരത്തിന്റെ മുദ്രകത്തുള്ള ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനിലാണ് നൽകിയിരിക്കുന്നത്. അവളുടെ അലങ്കാരങ്ങളായ ആത്മാവിന്റെ സൽഫലങ്ങളും അകത്തെ മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അപൂർണമായ ഈ ഗൂഢമനുഷ്യന്റെ ഇന്നുള്ള എല്ലാ അലങ്കാരങ്ങളും നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മാറ്റപ്പെടുന്നതാണ്. ആ മഹൽസുദിനത്തെക്കുറിച്ച് വചനം പറയുന്നു. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. വെളിപ്പാട് 19-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ മർമ്മങ്ങൾ ദൈവജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആഭരണവർജനങ്ങൾക്ക് വചനമുണ്ടോ? ധരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകില്ലേ എന്നെല്ലാം പറഞ്ഞ് വാദിച്ചു നിൽക്കില്ല. ലോത്തിന്റെ ഭാര്യയെപ്പോലെ നാശം ഭവിക്കുന്ന ലോകമോഹങ്ങളിലേക്ക് നോക്കി നിൽക്കാതെ ലോത്തിനോടൊപ്പം ചേർന്ന് ഓടുമായിരുന്നു. വിഷയം 3. ആഭരണം ത്യജിച്ച വിശുദ്ധ കന്യക. യേശു ക്രിസ്തുവുമായി വിവാഹനിശ്ചയം ചെയ്യപ്പെടുകയും ഇനി എത്രയും വേഗം മഹാവിവാഹത്തിനായി ഒരുങ്ങിക്കാത്തിരിക്കുകയും ചെയ്യുന്ന പുതിയ നിയമസഭയാണ് ഈ വിശുദ്ധ കന്യക. ഇതിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-ാം വാക്യം. മണവാളനായ യേശു തന്റെ കാന്തയെ വീണ്ടെടുപ്പാൻ സ്വന്തം രക്തം വിലയായി കൊടുത്തു. ദുഷ്ടനായ പിശാചിന്റെ കരങ്ങളിൽ നിന്നുമുള്ള ഒരു വീണ്ടെടുപ്പ് വിലയായിരുന്നുവത്. ആത്മാവിന്റെ അച്ചാരമെന്ന ഉറപ്പും അവൻ തന്റെ കാന്തയ്ക്ക് കൊടുത്തു. അതിന്റെ ഉല്ലാസവും ആത്മസന്തോഷവും ഇന്നവൾക്കുണ്ട്. ലൂക്കോസ് 15-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. റോമർ 14-ാം അധ്യായം 17, എഫെസ്യർ 2-ാം അധ്യായം 14.
ഇതെല്ലാം അന്തരാത്മാവിൽ ആർജിച്ചവളെങ്കിലും പ്രിയനെ കാണുവാനുള്ള ആഗ്രഹവും വരവ് താമസിക്കുന്നതോർക്കുമ്പോഴുള്ള ദുഃഖവും ആവലാതിയും ഈ ലോകത്തിൽ നിന്നുള്ള വിവിധ വ്യഥകളും നിന്ദകളും പരിഹാസങ്ങളും അവൾക്കിന്നുണ്ട്. പഴയ നിയമവിശുദ്ധന്മാർ തങ്ങളുടെ ദുഃഖം വെളിപ്പെടുത്തുവാൻ ആർഭാടജീവിതവും സന്തോഷവുമെല്ലാം വെടിഞ്ഞുകൊണ്ട് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിക്കുമായിരുന്നു. പുതിയ നിയമവിശ്വാസികളും പ്രിയതമനായ കർത്താവിന്റെ ആഗമന സമയം വരെ ഈ കൂടാരമാകുന്ന ശരീരത്തിൽ ഞരങ്ങിക്കൊണ്ട് പാർക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അത് വെറും അർത്ഥശൂന്യമായ ദുഃഖാചരണമായിട്ടല്ല, മണവാളനെ കാണുവാനും അവനോടൊപ്പമുള്ള നിത്യജീവിതത്തിനായി ആർത്തിയോടും ദൃഢനിശ്ചയത്തോടും കൂടെ ലോകത്തിലുള്ള എല്ലാ താൽക്കാലിക മോഹങ്ങളെയും ത്യജിച്ചുകളഞ്ഞും ആത്മീയ അലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളായി ശരീരത്തിൽ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ കാന്തലോകത്തോടുകൂടെ മാലിന്യപ്പെടുവാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ ദൈവം അവൾക്ക് വിശുദ്ധ ദൈവസഭ, നിർമ്മല കന്യക എന്നെല്ലാം പേരുകൊടുത്തത്. കന്യക എന്ന വാക്കിന്റെ അർത്ഥം മാലിന്യപ്പെടാത്തവൾ എന്നാണ്. ആകയാൽ ദൈവവചനത്തിന് വിരുദ്ധമായതും നിഗളിച്ച് പാപം ചെയ്യുവാൻ പ്രേരിതവുമായ ഈ ഭൂമിയിലെ ആഭരണ അലങ്കാരങ്ങൾ ധരിച്ചു മാലിന്യപ്പെടുവാൻ ഈ വിശുദ്ധ കന്യക ആഗ്രഹിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. നിഗളിച്ച് പാപം ചെയ്യുവാനും സാത്താന്യ പ്രേരണകളും വശീകരണങ്ങളും യാതൊരു മ്ലേച്ഛതയും തെല്ലും തീണ്ടാത്ത ആ സ്വർഗീയപുരിയിൽ മണവാളനോടുകൂടെ വാഴുവാനുമാണ് അവൾ ബന്ധപ്പെടുന്നത്. ആ ദിവസം മണവാളൻ അവളെ വിശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിപ്പിക്കുകയും സ്ഥാനമാനങ്ങളുടെ കിരീടങ്ങൾ ധരിപ്പിക്കുകയും ചെയ്യും. ഭൂമിയിൽ അവളെ ചതിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സാത്താനെ ദൈവം എന്നേക്കുമായി തീപ്പൊയ്കയിൽ തള്ളിക്കളയും. വെളിപ്പാട് 20-ാം അധ്യായം 10-ാം വാക്യം. അതിനാൽ ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. വെളിപ്പാട് 21-ാം അധ്യായം 5-ാം വാക്യം. ഇങ്ങനെ മണവാളനായ യേശു എന്നേക്കുമായി അവരുടെ കണ്ണിൽ നിന്നു കണ്ണുനീരെല്ലാം തുടച്ചുകളയും. രക്ഷിക്കപ്പെട്ടുവെന്ന് അനുമാനിക്കുന്ന പലരും ഇന്ന് ആഭരണങ്ങൾ ഊരിമാറ്റി സ്നാനമേറ്റ് മണവാളനായ യേശുവിനോടും തന്റെ കാന്തയായ വിശുദ്ധ സഭയോടും ചേരുവാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ സമൂഹത്തെ നോക്കുമ്പോൾ ഈ ആഭരണം നീക്കുവാൻ അവർ മടിക്കുന്നു. താങ്കളും അപ്രകാരമാണോ? എങ്കിൽ ഇന്ന് തന്നെ അത് തിരുത്തുവാൻ ശ്രമിക്കുക. ഇന്ന് ഊരിമാറ്റുവാൻ മടിക്കുന്ന നാം എല്ലാവരും ആഭരണങ്ങളെല്ലാം ഊരിമാറ്റേണ്ട ഒരു ദിവസം വരും. ആഭരണവർജിതരായ പെന്തക്കോസ്തുകാരെപ്പോലെ വെറുങ്കയോടെ നാം എല്ലാവരും ഒരു ദിവസം മടങ്ങിപ്പോകും. ആ ദിവസം ആർക്കും വിദൂരമല്ല. ദൈവവചനപ്രകാരം ആഭരണം ഊരിമാറ്റിയവർക്ക് അന്ന് വഞ്ചകനായ പിശാചിനെയും ആഭരണം മോഷ്ടിക്കുന്ന കള്ളന്മാരെയും മരണസമയത്ത് ആഭരണം തട്ടിപ്പറിക്കുന്ന മക്കളെയും ഇനി പേടിക്കാനില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സത്യസഭയെയും സാത്താന്റെ വഞ്ചനയിൽ അകപ്പെട്ടുപോയ സഭയെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ന്യായവിധി ദിവസം വരുന്നുണ്ട്. അന്ന് ജലപ്രളയത്തിലൂടെ ദൈവം ഭൂമിയെ മുഴുവനുമായി നശിപ്പിച്ചു. അതിനുശേഷം കാണുന്ന ഒരു മാതൃകയാണ് ഇന്നത്തെ ഭൂമി. ഈ ഭൂമിയെക്കുറിച്ച് യേശുവിന്റെ പ്രവചനം ശ്രദ്ധിക്കുക. മത്തായി 24-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. വാക്യം 37. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. യേശു പറഞ്ഞതിന്റെ അർത്ഥം, നോഹയുടെ കാലത്ത് ജനങ്ങൾ 2 വിഭാഗങ്ങളായി മാറ്റപ്പെടുന്നു. ഒരു വിഭാഗം ജലപ്രളയത്തിൽ നശിച്ചുപോയതുപോലെ അന്ത്യകാലത്ത് ഒരു വിഭാഗം നിത്യനാശത്തിലേക്ക് പോകും. രണ്ടാമത്തെ വിഭാഗം നോഹയുടെ കൂടെ രക്ഷിക്കപ്പെട്ടതുപോലെ യേശുവിലൂടെ നിത്യരക്ഷ പ്രാപിക്കും. വാക്യം 38. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്തോ നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിനു കൊടുത്തും പോന്നു. അർത്ഥം, വലിയ നാശത്തിനു മുമ്പ് ജനങ്ങൾ ജീവിച്ച ദുഷിച്ച സംസ്കാരവും ആഡംബര ജീവിതവും ദൈവത്തോട് മറുതലിക്കുന്നവരും മറ്റും അന്ത്യകാലത്തുണ്ടാകും. വാക്യം 39. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അർത്ഥം, മണവാളനെ എതിരേൽപ്പാൻ 2 വിഭാഗത്തിലെയും മണവാട്ടികൾ കാത്തിരിക്കും. അന്തരാത്മാവിൽ വെളിച്ചം മങ്ങിയവരായി വിളക്കിൽ എണ്ണ തീർന്ന് ലോകമോഹങ്ങളുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ബുദ്ധിമരവിച്ച ഒരു വിഭാഗത്തിന് മണവാളൻ വരുമ്പോൾ മണിയറയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ വരും. എന്നാൽ ഗൗരവപൂർവ്വം വിശുദ്ധിയും വേർപാടും പാലിച്ച് പ്രത്യേക ജനമായി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള നിർമ്മല കന്യകമാരുടെ മറ്റൊരു സമൂഹം മണവാളന്റെ കാഹളനാദം കേട്ട് ഉണർന്നെഴുന്നേറ്റ് മണിയറയിൽ പ്രവേശിക്കും. വാക്യം 40. അന്നു 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. അർത്ഥം, ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരുക്കപ്പെടാത്ത സഭ ഉപേക്ഷിക്കപ്പെടും. ഉണർന്നിരിക്കുന്ന തിരുസഭയുടെ കൂട്ടം കൈക്കൊള്ളപ്പെടും. മത്തായി 25-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. വാക്യം 30. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വാക്യം 31. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. വാക്യം 32. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും, അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നതുപോലെ വേർതിരിച്ചു. വാക്യം 33. ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും.
വിളക്കിൽ എണ്ണ കരുതാതെ മണവാളന്റെ വരവിൽ കൈവിടപ്പെട്ട ബുദ്ധിയില്ലാത്ത കന്യകമാർ, അല്ലെങ്കിൽ വചനമായ പാറയിൽ അടിസ്ഥാനമിടാതെ മണലിൽ ക്രിസ്തീയ ജീവിതം പണിതുയർത്താത്ത ബുദ്ധിയില്ലാത്ത നിത്യത നഷ്ടപ്പെട്ട സമൂഹം സാത്താനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതിനു മുൻപ് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത സാത്താനാൽ വഞ്ചിതരായ സഭ ആന്റിക്രൈസ്റ്റ് അഥവാ എതിർക്രിസ്തുവിനെ മണവാളനായി സ്വീകരിക്കേണ്ടിവരും. അന്നാണ് അവർ അതിശയിക്കുന്നത്, അബദ്ധം പറ്റിയെന്നറിയുന്നത്. വെളിപ്പാട് 17-ാം അധ്യായം 18-ാം വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്നു കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ടു അതിശയിക്കും. വെളിപ്പാട് 20-ാം അധ്യായം 15-ാം വാക്യം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 21-ാം അധ്യായം 27-ാം വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതു യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. വെളിപ്പാട് 22-ാം അധ്യായം 19-ാം വാക്യം. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നു ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയുന്നു. എന്നാൽ മണവാളനായ കർത്താവിന്റെ വരവിലെടുക്കപ്പെട്ട സത്യസഭ എന്ന മണവാട്ടി സ്വർണ്ണാഭരണങ്ങളല്ല, വാടിപ്പോകാത്ത തേജസ്സിന്റെ ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് മണവാളനായ കർത്താവിനോടുകൂടെ നിത്യതയിൽ നടക്കും. ജീവജല നദിയിൽ നിന്ന് കുടിച്ചും ജീവഫലങ്ങൾ ഭക്ഷിച്ചും നിത്യമായി അവർ സ്വർഗ്ഗത്തിൽ വസിക്കും. അങ്ങനെ ഭൂമിയിൽ ആഭരണങ്ങളും ആഡംബരങ്ങളും ത്യജിച്ച ത്യാഗം സഹിച്ചവരായ വിശുദ്ധ കന്യകമാർ കർത്താവിനോടുകൂടെ നിത്യമായി വാഴും. ആ സുദിനത്തിനായി ദൈവസഭ ഉണർന്നിരിക്കട്ടെ. ആമേൻ. ആഭരണധാരണ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠന പരമ്പരയുടെ എല്ലാ എപ്പിസോഡുകളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വരും വീഡിയോകൾ വേഗത്തിൽ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിൽ പറയുന്ന വിഷയങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ചെയ്യുമല്ലോ. ഉപകാരപ്രദമായ ഈ വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.